ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടില് ഓണപരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതാ അപ്പൂസ് നമ്മുടെ അതേ ഡ്രസ് കോഡ് പോലെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അനീഷിന്റെ വീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ ഓണപരിപാടി. ഹാപ്പി ഓണം. അമ്മ എന്താണ് വർത്തമാനം? ഹാപ്പി ഓണം. സുഖല്ലേ അമ്മ? ഉഷാറല്ലേ അച്ഛാ? ഹാപ്പി ഓണം. ഞങ്ങൾ മിഞ്ഞാന്ന് ഉച്ചക്ക് എത്തി. ഇതാ അപ്പൊ ഗൈസ്, നമ്മൾ എവിടെയും കാണാത്തതാ ഓണപ്പൂക്കളൊക്കെ ഉണ്ട്. ഓണപ്പൂക്കളം മഴയൊക്കെയാണ്, അപ്പൊ വലുതാക്കി ഇട്ടിട്ടില്ല. ഇതാണ് മാവേലി. ഈ സംഭവം എനിക്കറിയില്ലടാ. ഇതെന്താണ് പറഞ്ഞോളൂ. ഇതാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മാവേലിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പണ്ടുള്ള ആൾക്കാരെന്നല്ല, ചിലവർ പൂക്കളിടും, ചിലവര് മാവേലി ഇതുപോലെ മണ്ണിലുണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ മെയിൻലി മണ്ണിൽ മാവേലി ഉണ്ടാക്കിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ കേട്ടല്ലോ, ഇതിനെക്കുറിച്ച് എനിക്ക് വല്ലാണ്ട് ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചക്ക എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓണത്തിനെ കുറിച്ചിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഓണപരിപാടികൾ? അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മുടെ അനിമാന്റെ വീടാണിത്. അച്ഛമ്മക്ക് അവിടെ ഇരിക്കാ. ഞങ്ങള് ചെയ്യട്ടെ ഗിരിയേട്ടാ. ഞങ്ങള് 2 ദിവസം മുന്നേ നമ്മുടെ അനിയന്റെ ഏട്ടൻ ഗിരിയേട്ടൻ. അപ്പൊ ഇന്ന് ഓണം വ്ളോഗാണ്. എന്താ വർത്താനം? സുഖം? കുഴപ്പമൊന്നുമില്ല. ചോറ് കഴിച്ചോ? ഞങ്ങള് മിഞ്ഞാന്ന് ഉച്ചക്ക് എത്തി. പിന്നെ ഇങ്ങനെ കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിനെയുള്ള ഇപ്പൊ മെയിൻ പരിപാടി. ഹാപ്പി ഓണം. ഇപ്പൊ മനസ്സിലായാ? മുട്ടേക്ക് വെട്ടി. ഇപ്പൊ മനസ്സിലായിട്ടുള്ളൂ അല്ലേ? മുടിയൊക്കെ വെട്ടി. നന്നായി അച്ഛമ്മ, മുടിയൊക്കെ വെട്ടി. ഇതാണ് നമ്മുടെ അച്ഛമ്മ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഹാപ്പി ഓണം പറയേ. ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം കൊടുക്കുക എല്ലാവർക്കും. ഒരു ഹാപ്പി ഓണം. ഞാൻ മിഞ്ഞാന്ന് ഉച്ചക്ക് കഴിച്ചാ രസല്ലേ? എന്ത്? ഞാന് ഒക്ടോബർ 2 വരെ, ഒരു മാസം. അല്ല, അത് നമ്മള് വേറെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും സർപ്രൈസ് ആണ്. മിഞ്ഞാന്ന് ഉച്ചക്ക് എത്തി. സന്തോഷം എന്തായാലും ഓണത്തിന് കാണാൻ പറ്റിയല്ലോ. മുടിയൊക്കെ വെട്ടിയപ്പോ നന്നായില്ലേ? അവര് മറ്റേ ഒരു ടീംസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ അടുത്തത് നമുക്ക്. അപ്പൊ നമ്മുടെ സദ്യ സെക്ഷൻ ആകുമ്പോ ഇനി നമുക്ക് അടുത്ത് കാണാം. ഹാപ്പി ഓണം. എന്താണ് വർത്താനോ? പറ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഓണം അടിപൊളി. ഉഷാറായി. ചെക്കന്മാരൊക്കെ ബാക്കിയുള്ളവര് ലൈറ്റിംഗ് ഉണ്ടായിക്കോട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം കൊടുക്കും. ഇങ്ങനത്തെ ഒരു ഓണാഘോഷം ആദ്യമായിട്ടല്ലേ? ചെക്കന്മാരുണ്ടോ അവിടെ? ബാംഗ്ലൂര്. അപ്പൊ അനിയന്റെ ഗ്യാങ് മൊത്തം കംപ്ലീറ്റ് ആയി വന്നോണ്ടിരിക്കുന്നുണ്ട്. വരും എല്ലാരും വന്നോണ്ടിരിക്കുന്നുണ്ട് ഓരോന്നായിട്ട്. ജസു ഇവിടെ
ഹാപ്പി ആണോ? എന്താണ് വർത്താനം? സുഖം? ഇതാ ഇങ്ങോട്ട് ഓരോന്നായിട്ട് നോക്ക്. എന്ത് വർത്താനം? ഹാപ്പി ആണോ? ഉഷാറാ? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കുറെ ആയില്ലാണ് കണ്ടിട്ട്. ഞാൻ മിഞ്ഞാന്ന് ഉച്ചക്ക് മനസ്സിലായി എനിക്ക്. അല്ല നിന്നെ കണ്ടിട്ട് കുറെ ആയില്ലോ പറയാ, കാലം കുറെ ആയി കണ്ടിട്ട്. ഹാപ്പി ആണോ? എന്താണ് പാട് വർത്താനം? ഇതെല്ലാം അനിയന്റെ ഫ്രണ്ട്സ്. ഇവന്റെ മെയിൻ ഹാപ്പി ആണോ? ഇവന്റെ മെയിൻ താവളം കാണിച്ചു തരാം. മുകളിൽ പ്രാവുണ്ട് കേട്ടോ. ഞാൻ നല്ല ഇത് കാണിച്ചോട്, അവർക്ക് കാണിച്ചോട്. മുണ്ട് താഴ്ത്തിക്കോട്ടാ, അല്ലെങ്കിൽ എല്ലാരും കാണും. കാര്യം പറയാ. സ്ലോ മോഷൻ ഒന്നും ഇല്ലാട്ടോ ഇതില്. ഇതിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ല, ഇത് ഡയറക്റ്റ് ആണ്. ഹാപ്പി ആണോ? ഞാനും പറയാം എന്ത് ഞാൻ വിളിക്കാം. ഹാപ്പി ആണോ? നോക്ക് ബിസി. നീ മോളാറുള്ളത് വേണ്ട. പ്രാവിന്റെ കൂടെ ആരുള്ളത്? അതെല്ലാം കാണും ആൾക്കാർ വന്ന് ഇന്നതല്ലോ. ഞാൻ ഇനി ഒക്ടോബർ 2-ാം തീയതി അതുവരെ ഉണ്ട്. ചിലപ്പോ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നേരത്തെ പോകും, അല്ലെങ്കിൽ എന്തായാലും 1 മാസം കൂടെ ഉണ്ടാവും. റംസിക്കുണ്ട് മെയിൻ ആള് തന്നെ. അപ്പൊ ഇതാക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത സെക്ഷൻ ആകുമ്പോ കാണാം, അല്ലെങ്കിൽ കഥ. അപ്പൊ കൂട്ടത്തിലെ മാരിന്റെ ഇതിലിട്ടുള്ള എൻട്രൻസ് ആണ്. ഇതാ ചെക്കനാണ് ഇവിടുത്തെ മാരി. പറയൂ പ്രാവുകളെ കുറിച്ചിട്ട്. നമ്മള് അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ പെറ്റ്സ് ആണ്, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ മാരി ഫിലിമിലെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാണിച്ചോട്ടെ ദിവസേ. ആ തുറന്നോട്. മാരി എത്രയോ ഇതാ ഈ ലാസ്റ്റ് പന്ത് എത്ര അടിച്ചത്? എത്ര മണിക്കൂർ പറഞ്ഞു? ഈ ലാസ്റ്റ് പന്ത് ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് കണ്ടില്ലേ? എത്ര മണിക്കൂർ? സായിക്കണ്ണന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എത്ര? 11:27. 11:27 മണിക്കൂർ. അതായത് 13 മണിക്കൂർ അല്ല, 16 മണിക്കൂറും 27 മിനിറ്റും. അപ്പൊ പ്രാവുകളെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പൊ വളർത്തുന്നവർക്കും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഒരു വ്ളോഗ് കൂടി ആയിരിക്കും. എന്ത് ഉറപ്പായിട്ടും തീർച്ചയായും ചക്ക ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് നമ്മൾ ഇടുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പൊ എല്ലാവരും കാണാം. ഇനി ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം. ഇതാണ് അനിമാന്റെ അനിയൻ സുധി. ഇതൊക്കെ ചെക്കന്മാരുടെ പേരൊക്കെ പറയണെങ്കിൽ എനിക്ക് പാടാണ്. ഇതിന്റെ പേര് പറഞ്ഞോട്. അനീഷ്. ഇവന്റെ വേണ്ട, ഒക്കെ വാങ്ങട്. എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ. പേര് പറഞ്ഞോട്. മുബാരിസ്. ഇതെല്ലാം സുധീന്റെ ഫ്രണ്ട്സ് ആട്ടാ. ഈ പ്രാവിന്റെയും കൂടി മെയിൻ ആൾക്കാരാണ്. എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. പ്രാവിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വന്ന് ബന്ധപ്പെട്ടോ. മെയിൻ ആണ്. ഇവരടിച്ച ട്രോഫീസ് കാണിച്ചാ സാർ. നമ്മളെക്കാളും വലിയ വലിയ ട്രോഫീസാണ് പ്രാവിന് വേണ്ടി ഇവർ അടിച്ചിരിക്കുന്നത്. ഇതാ നമ്മളെക്കാളും ഏറ്റവും വലിയ വലിയ ട്രോഫികൾ പ്രാവിന് വേണ്ടി അടിച്ചു കൂട്ടിയതാണ് ഇവര്. വലിപ്പം കാണിച്ചോളൂ സാർ. കൈ വെച്ച് നിന്നില്ല. നോക്കുന്നത് പ്രാവിന് വേണ്ടി അടിച്ച ട്രോഫീസാണ്. ഫുള്ള് ട്രോഫി. നമ്മള് ഫുട്ബോൾ കളിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെ കിട്ടിയ ട്രോഫി ഒരു പ്രാവ് വളർത്തിയിട്ട് പ്രാവ് കൊണ്ട് നേടിയ ട്രോഫീസാണ് ഈ കൂട് മൊത്തം. SDK അല്ലേ? അപ്പൊ പ്രാവിന്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യുക. അപ്പൊ ഇതാ ചോറ് വിളമ്പാൻ പോണ്. അപ്പൊ നമുക്ക് ഇനി സദ്യയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് കണ്ട് കഴിഞ്ഞിട്ട് കാണാം. മഴ ഉണ്ട്. ഇതാരൊക്കെ ഇരിക്കാനുണ്ട്? അനി ഇരിക്കുവാ. അപ്പൊ അവനെ കൊടുക്ക, അവൻ എടുക്കുമല്ലോ. ഇത് ഈ ക്യാമറ ഇങ്ങനെ പിടിക്കും ഇങ്ങോട്ട്. അല്ലടാ അവൻ പിടിക്കും. ക്യാമറ ഇങ്ങനെ പിടിച്ചു തരുമോ? അതൊക്കെ വെച്ചാൽ നമ്മുടെ ചെക്കന്മാരടാ.
നമ്മുടെ ചെക്കന്മാരാണ്. വെറുതെ അല്ല വേറില്ല കേട്ടോ ബാബു. കാര്യം പറയാ, ഇതാണ് അളുമ്പ് ബാബു. നമ്മുടെ സംസ്കാരം വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതാ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാബുട്ടെ എങ്ങനെയുണ്ട്? അപ്പൊ ഈ വർഷത്തെ ഓണസദ്യ വിത്ത് അനിയേട്ടൻ വിത്ത് BT പ്രദേശ് ട്രാക്കിനെ ഓണം ഇതാക്കിയ അനീഷിന് അഭിനന്ദനങ്ങൾ. എന്നും സ്നേഹം മാത്രം. അപ്പൊ ചോറ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടതിന് ഞങ്ങളുടെ വയറ്റിന് പോകും. അതുകൊണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ് ജസ്റ്റ് പറ, എന്താ പറയാ, കണ്ട ഫ്രണ്ട്സിന് ഇതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പാലക്കാട് പച്ചപ്പ് കാണിച്ചു കൊടുക്കുക. പാലക്കാട് പച്ചപ്പ് എന്താ കാണിച്ചു കൊടുക്കുക. വീഡിയോ ഫോട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലങ്ങൾ? എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ചെറിയൊരു ഓണ ഷൂട്ടിന്റെ പരിപാടിയായിട്ട് തന്നിരിക്കണതാണ്. നീല, ചുവപ്പ്, ലൈറ്റ് നീല. നമ്മളും പിന്നെ 3 പേരും ഒരേ കോസ്റ്റ്യൂമാണ് അല്ലേ? അപ്പൂസ്, ഞാൻ, ഇജാസും ഒരേ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇനി ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഓണപ്പരിപാടി നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഫസ്റ്റത്തെ? ഇന്നത്തെ ഓണം അതിമനോഹരമായിരുന്നു. ആദ്യമായിട്ട് വീഡിയോയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ജെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതാ ബാക്കി നമ്മുടെ സുഹൃത്തായ അപ്പൂസ് പറയുന്നതാണ്. താങ്ക് യു അനീഷ്. ഈ വർഷത്തെ ഓണം പറഞ്ഞാൽ തീർത്തും എല്ലാ വർഷവും പോലെ തന്നെ നന്നായിരുന്നു. എല്ലാ വർഷവും കഴിക്കുന്ന പോലെ ഉച്ചയ്ക്ക് നല്ല സദ്യ ഒന്നും ഫോളോ ചെയ്യാതെ അനിയൻ്റെ വീട്ടിൽ നിന്ന് പ്രാവശ്യം ഓണസദ്യ കഴിച്ച് നല്ലൊരു മഴ കഴിഞ്ഞ് ഇപ്പം അതിനുശേഷം പാലക്കാടിൻ്റെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് പാലക്കാടിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് വെറുതെ അല്ല, അതിൻ്റെ ലിവിങ് എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് പാലക്കാട്. അപ്പോൾ സ്വന്തം നാട്ടിൽ ഓണായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഓണം സന്തോഷത്തിലാവട്ടെ. നല്ലതായിരിക്കും എന്താ പറയുള്ളത്? പ്രാവശ്യത്തെ നീ പാട്ട് പാടും നമ്മുടെ വ്ളോഗിന് വേണ്ടി. ഒരു പാട്ട് പാടാ, ഒരു പാട്ട്. ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വ്ളോഗ്. ഞങ്ങളുടെ ടീമിൽ ഗായകനും കൂടിയാണ്. അപ്പൊ ഒരു കാലം ഞങ്ങളുടെ ചാനലിന് വേണ്ടി അത് വേണോ? പാടും. ഇവ നന്നായി പാടുകൂടാ, മനസ്സിലൊക്കെ പാടുന്നത്. പാട്. മരക്കൂടയായി മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പായി മിഴിയെഴുതും മീനല്ല, പൂങ്കിനാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ. അതും കൂടി ആ നീട്ടിലും കൂടി ഇല്ലേ? നമ്മുടെ ചാനലിന് വേണ്ടി ഇതാ ഒരു സോങ് പാടിയിരിക്കുകയാണ് നമ്മുടെ അനസ് നെല്ലായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ഗായകൻ ഒളിച്ചു കിടക്കുന്നുണ്ട് ഉള്ളിൽ. അതിന് നമ്മൾ പുറത്ത് ചവിട്ടി എടുക്കണം, ചവിട്ടി എടുക്കണം പുറത്തേക്ക്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോ ഇജാസ്, ഇന്നത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഓണായിരുന്നു. ഇജാസ്, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ ഓണം? ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഓണം. നീയൊക്കെ എപ്പോഴോ കാണാൻ തുടങ്ങിയാണല്ലോ? ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയാണ്. ഇതിൽ പറയണ ഞാൻ ശരിക്കും പോവാണ് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ബ്രോ ഇന്ന് ഇന്നല്ലേ നാളെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കുവൈത്തിലോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഒരു ഓണം കാണാൻ പറ്റുള്ളൂ. അത്ര ആ ഒരു വിഷമമുണ്ട്. ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പൊ കുവൈത്തിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു ഇത്
ഫുള്ള് ഫ്രണ്ട്സായിട്ട് ഇക്കാൻ്റെ ഫ്രണ്ട്സായിട്ട് എൻജോയ്മെന്റ്. എന്താ അനീഷിക്കാൻ്റെ വീട്ടിൽ നല്ല കീഴിലുള്ള സദ്യ ഒക്കെ സെറ്റാക്കി തന്ന അനീഷിക്ക വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ചെറിയൊരു കുട്ടി ഓണം വ്ളോഗ് അത് സ്പോൺസർ ചെയ്തത് നമ്മുടെ അനിയേട്ടനാണ്. അപ്പോൾ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വരാനുള്ള വീഡിയോകളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണേണ്ടവർക്ക് കാണിച്ചു കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.